കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വയനാട് തുരങ്കപാതയുടെ നിർമ്മാണോദ്ഘാടനം ഞായറാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. കിഫ്ബി സഹായത്തോടെ 2134 കോടി രൂപ ചിലവഴിച്ചാണ് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത യാഥാർത്ഥ്യമാക്കുക. യാത്രാ സൗകര്യത്തിനൊപ്പം കാർഷിക വിനോദസഞ്ചാര മേഖലയുടെ കുതിച്ചുചാട്ടത്തിന് വഴി തുറക്കുന്നതാകും നിർദ്ദിഷ്ട പാത. തിരുവമ്പാടി പഞ്ചായത്തിലെ ആനക്കാംപൊയിൽ മറിപ്പുഴയിൽ നിന്നാരംഭിച്ച് വയനാട് ജില്ലയിലെ കള്ളാടി മീനാക്ഷി ബ്രിഡ്ജിൽ അവസാനിക്കുന്നതാണ് തുരങ്കപാതയുടെ അലൈൻമെന്റ്. മറിപ്പുഴയിൽ നിർമ്മിക്കുന്ന മേജർ പാലം ആരംഭിക്കുന്നിടത്ത് നിന്ന് തുരങ്കം ആരംഭിക്കും. ഇന്ത്യയിലെ ദൈർഘ്യമേറിയ രണ്ടാമത്തെ ട്വിൻ ട്യൂബ് ടണലാണ് കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിക്കുക. 10 മീറ്റർ വീതിയിലുള്ള ഇരട്ട തുരങ്കത്തിന് 8.1 കിലോമീറ്റർ ദൈർഘ്യം വരും. ആനക്കാംപൊയിൽ നിന്ന് 22 കിലോമീറ്റർ ദൂരത്തിൽ മേപ്പാടിയിലെത്തിച്ചേരുന്നതാണ് പാത. താമരശ്ശേരി ചുരത്തിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനും കോഴിക്കോട് വയനാട് ജില്ലകളുടെ വികസന കുതിപ്പിനും പദ്ധതി സഹായകമാകുമെന്ന് ലിൻഡോ ജോസഫ് MLA പറഞ്ഞു. എല്ലാവരും ഈ പദ്ധതി കാത്തിരിക്കുകയാണ്. കാരണം കാർഷിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഒരു തളർച്ചയുണ്ട്. അതിന് കരുത്ത് പകരാൻ ഈ പദ്ധതി കൊണ്ട് കഴിയും. ടൂറിസം മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ കഴിയും. ബാംഗ്ലൂർ, മൈസൂർ, കൊച്ചി വ്യവസായ ഇടനാഴിക്ക് പുതിയൊരു കാൽവെപ്പ് കൂടി വരികയാണ്. അപ്പോൾ തുരങ്കപാത പോലെ 2100 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് മുടക്കി നിർമ്മിക്കുന്ന ഒരു പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ നമ്മുടെ നാട്ടിലുണ്ടാകാൻ വേണ്ടി പോകുന്ന വലിയൊരു വളർച്ച അത് നാട്ടിലെ ജനങ്ങൾ അറിയുന്നുണ്ട്. പൊതുമരാമത്ത് വകുപ്പ്, കിഫ്ബി, കൊങ്കൺ റെയിൽവേ എന്നിവയുടെ ത്രികക്ഷി കരാറിലാണ് തുരങ്കപാതയുടെ നിർമ്മാണം നടക്കുക. ഭോപ്പാൽ ആസ്ഥാനമായ ദിലീപ് ബിൽഡ്കോൺ, കൊൽക്കത്ത ആസ്ഥാനമാക്കിയ റോയൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നീ കമ്പനികളാണ് കരാർ ഏറ്റെടുത്തത്. ഓഗസ്റ്റ് 31 വൈകിട്ട് ആനക്കാംപൊയിൽ സെന്റ് മേരീസ് സ്കൂൾ ഗ്രൗണ്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിക്കും. മന്ത്രി PA മുഹമ്മദ് റിയാസ് അധ്യക്ഷനാവുന്ന ചടങ്ങിൽ മന്ത്രിമാരായ AK ശശീന്ദ്രൻ, OR കേളു, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും. കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നാഴികക്കല്ലാവും ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത. മലയോര ജനത ഈ പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ക്യാമറാമാൻ ഹബീബ് കെട്ടിക്കൊപ്പം ആനക്കാംപൊയിൽ നിന്നും AK ലതീഷ്.